സ്റ്റഡി ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ 4ാമത്തെ പാഠഭാഗമായിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്ന പാഠഭാഗമാണ്. പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യമായി നമ്മൾ കാണുന്നത് ഇന്ത്യയിലെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഒരു പ്രസംഗത്തിൻ്റെ ഭാഗമാണ്. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉയർന്നെഴുന്നേക്കും. പുതുജീവിതത്തിലേക്കും സ്വതന്ത്രത്തിലേക്കും. ഒരു യുഗം അവസാനിച്ചിരിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. വൈദേശിക ഭരണത്തിൻ്റെ കൊടുതികൾ കുടഞ്ഞിറഞ്ഞ പ്രതീക്ഷ നിർഭയവും ഉത്തരവാദിത്വപൂർണമായ പാതയിലേക്ക് രാഷ്ട്രത്തെ നയിക്കാനുള്ള ആഹ്വാനമാണ് ഭരണഘടനാ നിർമ്മാണ സഭയിൽ നെഹ്റു അവതരിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങൾ? ഒന്നാണ് ജനാധിപത്യ ഭരണക്രമം, അതുപോലെ തന്നെ ക്ഷേമരാഷ്ട്രവും. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരുന്നത്. അതിലൊന്നാണ് ജനാധിപത്യ ഭരണക്രമവും, രണ്ടാമത് രാഷ്ട്ര നിർമ്മാണവും. ഇതിലേക്കുള്ള ചുവടുവെപ്പായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിൻ്റെ ചില ആശയങ്ങളാണ് ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 64 കൊടുത്തിരിക്കുന്നത്. അതിനു മുന്നേ എന്താണ് ലക്ഷ്യപ്രമേയം എന്നുള്ളത് നമുക്ക് പരിചയപ്പെടണ്ടേ. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇത് പിന്നീട് മാറ്റങ്ങളോട് കൂടിയിട്ട് ആമുഖമായി മാറുകയായിരുന്നു. ലക്ഷ്യപ്രമേയത്തെക്കുറിച്ചും അതിൻ്റെ ആശയങ്ങളെക്കുറിച്ചും പഠിക്കുന്നതിന് മുന്നേ എന്താണ് ലക്ഷ്യപ്രമേയം, എങ്ങനെയാണ് ലക്ഷ്യപ്രമേയം രൂപീകരിക്കപ്പെട്ടത് എന്നീ കാര്യങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. എന്നാൽ അതിനൊക്കെ മുന്നേ തന്നെ ഇന്ത്യയിൽ ക്യാബിനറ്റ് മിഷൻ എത്തിയപ്പോൾ ഇന്ത്യക്ക് സ്വതന്ത്രമായ ഒരു ഭരണഘടന വേണം എന്ന ആശയമുണ്ടായിരുന്നു. ഈ ആശയത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന അസംബ്ലിക്ക് രൂപം നൽകുന്നത്. അസംബ്ലി രൂപീകരിക്കുന്നതിന് മുന്നേ തന്നെ ഭരണഘടനാ നിർമ്മാതാക്കൾ ഒരു തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. എന്തെന്ന് വെച്ചാൽ, സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുമ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ജനങ്ങളെ അറിയിക്കണം. അതായത് നമ്മൾ സ്വതന്ത്ര ഇന്ത്യക്കായിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുകയാണെങ്കിൽ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആരെ അറിയിക്കണം? ജനങ്ങളെ അറിയിക്കണം. അപ്പം ജനങ്ങൾക്ക് മുന്നിൽ അത് അവതരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഇത് നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. ഇതുവഴി അത് ജനങ്ങളിലേക്കും എത്തും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. ഇന്ത്യൻ ഭരണഘടന എങ്ങനെയായിരിക്കണം എന്നാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുകയാണെങ്കിൽ ലക്ഷ്യപ്രമേയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാവും. എന്തൊക്കെയാണ്? ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീരുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനും ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി മാറുവാനാണ് പറയുന്നത്, അല്ലേ? അതുപോലെ തന്നെ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്ന് പറയുന്നത് എന്തൊക്കെ ഉൾപ്പെട്ടതാണ്? പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടും. അതുപോലെ തന്നെ ഇന്ത്യൻ സംസ്ഥാനങ്ങളും ഇന്ത്യൻ യൂണിയൻ്റെ ഭാഗമാകാൻ തയ്യാറുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരിക്കും ഇന്ത്യ എന്ന് പറയുന്നത്, സ്വതന്ത്ര ഇന്ത്യ എന്ന് പറയുന്നത്. അതുപോലെ ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിക്ഷിപ്തമാക്കാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക.
സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് എന്നത് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും. ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുന്നിലുള്ള സമത്വം കൂടാതെ നിയമത്തിനും ധാർമ്മികതയ്ക്കും വിധേയമായി സംസ്കാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനങ്ങളും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലക്ഷ്യപ്രമേയത്തിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നത്. അടുത്തതായി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തെക്കുറിച്ച് പരിചയപ്പെടാം. നമ്മൾ നേരത്തെ ലക്ഷ്യപ്രമേയത്തിൻ്റെ ആശയങ്ങൾ പറയുമ്പോൾ പറഞ്ഞു, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരവും ജനങ്ങളിൽ നിന്നായിരിക്കും ഉത്ഭവിക്കുക എന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാകും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ത്യൻ ആമുഖത്തിലും ഫസ്റ്റായി പറയുന്നത് എന്താണ്? ഇന്ത്യൻ ആമുഖത്തിലെ ഫസ്റ്റ് സെൻറ്റൻസ് എന്താണ്? ഭാരതത്തിലെ ജനങ്ങളായ നാം. അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ജനങ്ങൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത്. അപ്പോൾ എന്താണ് ആമുഖത്തിൽ പറയുന്നത്? ഭാരതത്തിലെ ജനങ്ങളായ നാം ഭാരതത്തെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവും ആയ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും മതനിഷ്ഠതയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിലും സമത്വവും സംപ്രാപ്തമാക്കുവാനും അവർക്കെല്ലാവർക്കുമിടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ട് സാഹോദര്യം പുലർത്തുവാനും സഗൗരവം തീരുമാനിച്ചിരിക്കയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം. ഇവിടെ നിന്ന് പ്രധാനമായും ഒരു ചോദ്യം വരാം, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരേ ഒരു തീയതി ഏതാണ്? 1946. അപ്പോൾ ഇതുവരെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എന്താണെന്നും ലക്ഷ്യപ്രമേയം എന്താണെന്നൊക്കെ ചർച്ച ചെയ്തു. ഇനി പ്രധാനമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളെ കുറിച്ചാണ്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന അധികാര പ്രമാണമാണ് ഭരണഘടന അഥവാ കോൺസ്റ്റിറ്റ്യൂഷൻ. രാജ്യത്തിൻ്റെ ഭരണം നടത്തുന്നതിനുള്ള നിയമങ്ങൾ ആവിർഭവിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. ഏതൊരു രാജ്യത്തിലും ഭരണം നടക്കുന്നത് ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിലുമാണ്. ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ ജനങ്ങളുടെ താല്പര്യമനുസരിച്ചാണ് ഭരണഘടന രൂപീകരിക്കുന്നതും അതിൽ മാറ്റം വരുത്തുന്നതും. തികച്ചും ജനാധിപത്യപരമായ ഒരു പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെട്ടത്. സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഫലമായി ഉയർന്നു വന്ന ആശയങ്ങളുടെയും സങ്കല്പങ്ങളുടെയും പ്രതിഫലനമാണ് ഇന്ത്യൻ ഭരണഘടന എന്നും പറയാം. 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടന നിർമ്മാണ സമിതിയാണ് ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 ചേർന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ. തുടർന്ന് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തു. നിരവധി കമ്മിറ്റികൾ രൂപീകരിച്ചാണ് ഭരണഘടനാ നിർമ്മാണ സഭ പ്രവർത്തനം തുടങ്ങിയത്. ഇത്തരം കമ്മിറ്റികളിൽ ഒന്നാണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച ഭരണഘടന ഡ്രാഫ്റ്റ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനാ നിർമ്മാണ സമിതി 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച വിവിധ കമ്മിറ്റികളുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ അംബേദ്കറുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭരണഘടനയുടെ ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി.
വിശദമായ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ശേഷം ഭരണഘടന നിർമ്മാണ സഭ 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. ഈ ദിനം ഭരണഘടനാ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നത് 1950 ജനുവരി 26 അന്നു മുതൽ ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. ഇതുവരെ എന്താണ് ഭരണഘടന എന്ന് വിശദമായി പരിചയപ്പെട്ടു. ഇനി ഭരണഘടനയുടെ ഓരോ സവിശേഷതകളും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ സവിശേഷതയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടനയുടേത്. ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യങ്ങളുടെ നാടാണ്. അതിനാൽ ഭരണഘടനാ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഭരണഘടന രൂപീകരിക്കുക എന്നത്. എന്നാൽ അവർ ആ ഒരു ദൗത്യം വളരെ നല്ല രീതിയിൽ തന്നെ പൂർത്തിയാക്കുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകദേശം 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയിട്ടുണ്ട്. വിശദമായി പരിചയപ്പെടാം. നമ്മുടെ ഭരണഘടന ഒരു പുസ്തക രൂപത്തിൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന ഇന്ത്യയുടേതാണ്. ലോകത്ത് എഴുതപ്പെട്ടിട്ടുള്ളതും എഴുതപ്പെടാത്തതുമായ ഭരണഘടനകൾ നിലവിലുണ്ട്. എഴുതപ്പെടാത്ത ഭരണഘടന എന്നതിന് പുസ്തക രൂപത്തിൽ തയ്യാറാക്കപ്പെടാത്ത ഒരു രേഖ എന്നും അർത്ഥമുണ്ട്. അതായത് ഇന്ത്യയിലെ ഓരോ നിയമങ്ങളും തത്വങ്ങളും ആശയങ്ങളും എല്ലാം എഴുതി ചേർത്തിട്ടുള്ള ഒരു പുസ്തക രൂപത്തിലുള്ള ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത്. എന്നാൽ മറ്റു പല രാജ്യങ്ങളിലും ഇത്തരത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഭരണഘടനയല്ല ഉള്ളത്. ഇനി എഴുതപ്പെട്ട ഭരണഘടന അല്ലെങ്കിൽ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും എഴുതപ്പെടാത്ത ഭരണഘടന അല്ലെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനും എക്സാമ്പിളുകൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇന്ത്യ, അമേരിക്ക, ഐക്യനാടുകൾ, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയവയൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂയോർക്ക് തുടങ്ങിയവ എഴുതപ്പെടാത്ത ഭരണഘടന അല്ലെങ്കിൽ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷന് ഉദാഹരണമാണ്. ഭരണഘടനയുടെ പ്രധാന സവിശേഷതയായ എഴുതപ്പെട്ട ഭരണഘടന വിശദമായി പരിചയപ്പെട്ടു. മറ്റൊരു സവിശേഷതയാണ് പാർലമെന്ററി ജനാധിപത്യം. ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്തിരിക്കുന്നത് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായമാണ്. എന്താണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം? രാജ്യത്തിനു വേണ്ടി ജനങ്ങൾ തങ്ങളുടെ പ്രതിനിധികളെ പ്രായപൂർത്തി വോട്ടവകാശത്തിലൂടെ തിരഞ്ഞെടുക്കുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവർ ചേർന്ന് ഒരു ജനപ്രതിനിധി സഭയായി പ്രവർത്തിക്കുന്നു. ഈ പ്രതിനിധി സഭ പാർലമെന്റ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധി സഭയിലൂടെ ഭരണം നടത്തുന്ന സംവിധാനമാണ് പാർലമെന്ററി ജനാധിപത്യ ഭരണ സമ്പ്രദായം. നിയമനിർമ്മാണമാണ് പാർലമെന്റിന്റെ പ്രധാന ചുമതല. ഇന്ത്യയിൽ പാർലമെന്ററി ഭരണ സമ്പ്രദായ പ്രകാരം കേന്ദ്രത്തിലും സംസ്ഥാനത്തിനും തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഭകളുണ്ട്. കേന്ദ്രത്തിൽ പാർലമെന്റ് പോലെ സംസ്ഥാനങ്ങളിൽ സംസ്ഥാന നിയമസഭകളുമുണ്ട്. പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും, സംസ്ഥാന നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടമായാൽ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും അധികാരത്തിൽ തുടരാനാവില്ല. ഭരണാധികാരികളുടെ മേൽ ജനങ്ങൾക്കുള്ള അധികാരവും നിയന്ത്രണവും അവർ തെരഞ്ഞെടുത്ത പ്രതിനിധികളിലൂടെ പാർലമെന്ററി ഭരണ സമ്പ്രദായം ഉറപ്പാക്കുന്നു. ഇതിൽ നിന്നും വ്യത്യസ്തമായി ജനങ്ങൾ നേരിട്ട് ഭരണത്തലവനെ തിരഞ്ഞെടുക്കുന്ന സംവിധാനമാണ് പ്രസിഡൻഷ്യൽ സമ്പ്രദായം. അമേരിക്കൻ ഐക്യനാടുകൾ, ഫ്രാൻസ് എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ദൃഢവും അയവുള്ളതുമായ ഭരണഘടന എന്നത്. അതായത് ഇന്ത്യൻ ഭരണഘടനയിലെ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ വളരെ എളുപ്പമാണ്, എന്നാൽ മറ്റു ചിലത് ഭേദഗതി ചെയ്യാൻ വളരെ പ്രയാസവുമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ജനാധിപത്യത്തിന്റെ വിജയത്തിനും പൗരന്മാരുടെ സമ്പൂർണ്ണ വികാസത്തിനും വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. മൗലികാവകാശങ്ങൾ പൗരന്മാർക്ക് നിഷേധിക്കാതിരിക്കാൻ ഗവൺമെന്റുകൾക്ക് ഉത്തരവാദിത്തമുണ്ട്. മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ്. അത്തരം സന്ദർഭങ്ങളിൽ കോടതികൾ
പൗരന്റെ അവകാശ സംരക്ഷണത്തിനായി ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അവകാശവും ഭരണഘടന നൽകുന്നുണ്ട്. ഇന്ത്യയിൽ 6 മൗലികാവകാശമാണ് ഉള്ളത്. സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായിട്ടുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരം കാണുന്നതിനുള്ള അവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 പാർട്ട് 14 മുതൽ 35 വരെയുള്ള ഭാഗങ്ങളിലാണ് മൗലികാവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യവസ്ഥയാണ് മൗലിക കർത്തവ്യങ്ങൾ അഥവാ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇന്ത്യൻ ഭരണഘടനയിൽ പൗരന്റെ അവകാശങ്ങൾ ഉറപ്പ് നൽകിയിട്ടുള്ളതുപോലെ മൗലിക കർത്തവ്യങ്ങളും പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ പൗരനും ഉറപ്പായി നിറവേറ്റേണ്ട കർത്തവ്യങ്ങളാണ് മൗലിക കർത്തവ്യങ്ങൾ എന്ന പേരിൽ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഭരണഘടനയെയും ഭരണസ്ഥാപനങ്ങളെയും ആദരിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനും ഇന്ത്യയുടെ മഹത്തായ സാംസ്കാരിക പാരമ്പര്യം കാത്തുസൂക്ഷിക്കാനും മൗലിക കർത്തവ്യങ്ങൾ പൗരന്മാരെ പ്രേരിപ്പിക്കുന്നു. ഓരോ പൗരനും അവകാശങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം കർത്തവ്യങ്ങളും നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് സമൂഹം സുഗമമായി മുന്നോട്ട് പോകുന്നത്. അവകാശങ്ങളും കർത്തവ്യങ്ങളും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെയാണ്. കടമകൾ കൂടാതെ അവകാശങ്ങൾ നിലനിൽക്കില്ല. മൗലികാവകാശം പോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കൂട്ടം തത്വങ്ങൾ രാഷ്ട്രഭരണത്തിനുള്ള നിർദ്ദേശങ്ങളായി ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവയാണ് നിർദ്ദേശക തത്വങ്ങൾ. അതായത് ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് ഭരണഘടന നൽകുന്ന നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു സവിശേഷതയാണ് ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. മൊത്തം ജനതയെയും പ്രതിനിധീകരിക്കുന്ന ലോകസഭ, സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന രാജ്യസഭ എന്നിങ്ങനെയുള്ള 2 സഭകൾ ഇന്ത്യൻ ഭരണഘടനയിലുണ്ട്. ഈ 2 സഭകളും ചേർന്നാണ് ഇന്ത്യയിൽ ഭരണം നടത്തുന്നത്. അതായത് ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ ചേർന്നിട്ടുള്ള ലോകസഭയും ജനങ്ങൾ പരോക്ഷമായി തിരഞ്ഞെടുക്കുന്ന രാജ്യസഭയും നിലനിൽക്കുന്നതാണ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് ശക്തമായ ഫെഡറലിസം. ഇന്ത്യയിൽ അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായാണ് വേർതിരിച്ചിരിക്കുന്നത്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷ അധികാരങ്ങൾ ഭരണഘടനയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. എന്നാൽ സംസ്ഥാന ഗവൺമെന്റിനെ അപേക്ഷിച്ച് കൂടുതൽ അധികാരം നിലനിൽക്കുന്നത് കേന്ദ്ര ഗവൺമെന്റിനാണ്. അതിനാൽ ഇത് അർദ്ധ ഫെഡറലിസം എന്ന പേരിലും അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ അവസാനത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു സവിശേഷതയാണ് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് സ്വതന്ത്രമായ ഒരു നീതിന്യായ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട്. കുറ്റവാളികളെ ശിക്ഷിക്കുകയും നിയമ സംരക്ഷണം ഉറപ്പുവരുത്തുകയാണ് ഈ നീതിന്യായ വ്യവസ്ഥയുടെ പ്രധാന ചുമതല. ഭരണകൂടത്തിന്റെ മറ്റ് 2 വിഭാഗങ്ങളായ നിയമനിർമ്മാണ സഭയുടെയും അഥവാ ലെജിസ്ലേച്ചറിന്റെയും കാര്യനിർവഹണ വിഭാഗത്തിന്റെയും അഥവാ എക്സിക്യൂട്ടീവിന്റെയും സ്വാധീനത്തിൽ നിന്ന് നീതിന്യായ വിഭാഗം സ്വതന്ത്രമാണ്. ഇത്തരത്തിലുള്ള സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ്. ഇന്ത്യൻ നീതിന്യായ വിഭാഗത്തെ 4ആയി തിരിക്കാം. സുപ്രീം കോടതി, ഹൈക്കോടതി, ജില്ലാ കോടതി, സബ് കോടതികൾ. ഏറ്റവും ഉയർന്ന തലത്തിലെ കോടതിയാണ് സുപ്രീം കോടതി. ഏറ്റവും താഴ്ന്ന തലത്തിലെ കോടതി സബ് കോടതികളും. അപ്പോൾ ഇത്രയും സമയം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് പരിചയപ്പെട്ടത്. ഇനി അടുത്തതായി ഇന്ത്യൻ ഫെഡറലിസത്തെക്കുറിച്ച് വിശദമായി നോക്കാം. നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരേപോലെ പാലിക്കപ്പെടേണ്ടത് ഫെഡറൽ സംവിധാനം സഹായിക്കുന്നുണ്ട്. കൂടാതെ പ്രാദേശിക പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിലൂടെ വിഘടനവാദ പ്രവണതകളെ ഫലപ്രദമായി ചെറുക്കുവാനും ഇത്തരം ഒരു ഭരണക്രമീകരണം പ്രയോജനപ്പെടുത്തുന്നു. ഭരണത്തിൻ്റെ വിവിധ തലങ്ങളെ കൂട്ടിയിണക്കി സാമ്പത്തിക പുരോഗതി കൈവരിക്കുന്നതിനും എല്ലാ വിഭാഗങ്ങളുടെയും ക്ഷേമം
ഉറപ്പുവരുത്തുന്നതിനോ ഫെഡറലിസത്തിലൂടെ സാധിക്കുന്നു. കേന്ദ്രവും സംസ്ഥാനങ്ങളും അധികാരം പങ്കിടുന്ന ഒരു ഭരണ സംവിധാനം ജനാധിപത്യം എന്ന ആശയത്തെ കൂടുതൽ അർത്ഥപൂർണ്ണമാക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞു, ഇന്ത്യൻ ഫെഡറലിസം എന്ന് പറയുമ്പോൾ അത് കേന്ദ്രവും സംസ്ഥാനവും അധികാരം പങ്കിടുന്ന തരത്തിലാണുള്ളത്. പക്ഷേ ഇന്ത്യയിൽ ഒരു ഫെഡറലിസം ആണെങ്കിലും ഇന്ത്യൻ ഭരണഘടനയിൽ എവിടെയും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പറയുന്നില്ല. അപ്പോൾ ഇതിലെന്താണ് പറയുന്നത്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വൈവിധ്യവും ഐക്യവും ഒരുപോലെ പരിപാലിക്കുന്നതിന് ഫെഡറൽ സംവിധാനം ആവശ്യമാണ്. ഇപ്പോൾ ജനങ്ങളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കേന്ദ്ര സർക്കാരിൽ എത്തുന്നതിന് മുന്നേ തന്നെ ജനങ്ങൾക്ക് പെട്ടെന്ന് സമീപിക്കാൻ പറ്റുന്നത് സംസ്ഥാന സർക്കാരിനെയാണല്ലേ. അങ്ങനെ സംസ്ഥാന സർക്കാർ അത് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഭരണം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ അതിൽ സംസ്ഥാന സർക്കാരിനെ പോലെ തന്നെ പ്രാതിനിധ്യമുള്ള സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾ മറ്റ് വിഘടനവാദ പ്രവണതകൾ ജനങ്ങളിലുള്ള വിഘടനവാദ പ്രവണതകളെ തടയുന്നതിനും ശക്തമായിട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ് ആവശ്യമാണ്. ഇനി എന്താണ് ഫെഡറലിസം എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാന അധികാരം. ഇനി എന്താണ് ഫെഡറലിസം എന്ന് നമുക്ക് വളരെ കൃത്യമായി നോക്കാം. ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. അപ്പോൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലായിരിക്കും, പക്ഷെ അധികാരം 2 തലത്തിലേക്ക് വിഭജിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകളും അധികാരം പങ്കിടുന്ന ഭരണക്രമീകരണമാണിത്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കപ്പെടുന്നത് എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്ര നീതി ന്യായ വ്യവസ്ഥ. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഏതൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഇനി അടുത്തതായി ആർട്ടിക്കിൾ 1. ആർട്ടിക്കിൾ 1 അല്ലെങ്കിൽ ഭാഗം 1 എന്താണെന്ന് നോക്കാം. ഭാഗം 1 എന്താണ്? യൂണിയനും അതിൻ്റെ ഭൂപ്രദേശവും. യൂണിയൻ്റെ പേരും ഭൂപ്രദേശവുമാണ് ആർട്ടിക്കിൾ 1 പറയുന്നത്. ആർട്ടിക്കിൾ 1 ക്ലോസ് 1 എന്താണ് പറയുന്നത്? ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ ആർട്ടിക്കിൾ 1 ക്ലോസ് 1 എന്താണെന്ന് പഠിച്ചു. അടുത്തത് ആർട്ടിക്കിൾ 1 ക്ലോസ് 2 എന്താണ് പറയുന്നത്? സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ് എന്നാണ് ആർട്ടിക്കിൾ 1 ക്ലോസ് 2 പറയുന്നത്. അടുത്തത് ക്ലോസ് 3 എന്താ പറയുന്നത് നോക്കാം. ഭാരതത്തിൻ്റെ ഭൂപ്രദേശം എന്നാണ് ക്ലോസ് 3 പറയുന്നത്. അതിൽ തന്നെ 3 വിഭാഗങ്ങളായി വീണ്ടും പറയുന്നുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണ്? സംസ്ഥാനങ്ങളുടെ ഭൂപ്രദേശങ്ങളും ഒന്നാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള യൂണിയൻ പ്രദേശങ്ങളും ആർജിക്കുന്ന മറ്റു ഭൂപ്രദേശങ്ങളും അടങ്ങിയിരിക്കുന്നതാകുന്നു. ഇതൊക്കെയാണ് ഭരണഘടനയുടെ 1 ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഭാഗം 1 പറയുന്നത്. ഇനി നമുക്ക് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ പാഠഭാഗത്തിലേക്ക് നോക്കുമ്പോൾ 10 സവിശേഷതകൾ പറയുന്നുണ്ട്. ആദ്യത്തെ എന്താണ്? കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അപ്പോൾ ഭരണഘടന കേന്ദ്രങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കുമായിട്ട് ഒരു പൊതു ഭരണഘടനയാണ് ഇന്ത്യയിലുള്ളത്. അതുപോലെ തന്നെ ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വമാണ് ഇന്ത്യയിലുള്ളത്. ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം കേന്ദ്രത്തിനാണ് മേൽക്കൈ. അതായത് ഭരണഘടന ഭേദഗതി ചെയ്യുന്നത് പാർലമെൻ്റ് ആണല്ലോ. അപ്പോൾ അതാണ് ആ പോയിന്റിൽ പറയുന്നത്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, അതിനെക്കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിനായിരിക്കും ഉണ്ടായിരിക്കുക. സ്വതന്ത്ര നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം തുടങ്ങിയവയൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ സവിശേഷത. ഇതെല്ലാം നമ്മൾ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത എന്ന് പറയുന്ന ഭാഗത്തിൽ നമ്മൾ ചർച്ച ചെയ്തതാണ്. അടുത്തതാണ് അധികാര വിഭജനം അഥവാ ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും അധികാരം വിഭജിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിവിടെ 4 ലിസ്റ്റുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറൻറ്റ് ലിസ്റ്റ്, അവശേഷിക്കുന്ന അധികാരങ്ങൾ. ആദ്യം എന്താണ് യൂണിയൻ ലിസ്റ്റ് എന്ന് ചർച്ച ചെയ്യാം. കേന്ദ്ര ഗവൺമെൻറ്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്.
അപ്പോൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും കൂടുതൽ അധികാരം ഉണ്ടായിരിക്കുക. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അതൊരു ഉദാഹരണം താഴെ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവയൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൻ്റെ ഉദാഹരണങ്ങൾ. അടുത്തതാണ് സംസ്ഥാന ലിസ്റ്റ്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിൽ കേന്ദ്ര ഗവൺമെൻറ്റിനാണ് സമ്പൂർണ്ണമായിട്ടുള്ള അധികാരമെങ്കിൽ സ്വാഭാവികമായിട്ടും സംസ്ഥാന ലിസ്റ്റിൽ ആർക്കായിരിക്കും അധികാരം? സംസ്ഥാന സർക്കാരുകൾക്കായിരിക്കും അധികാരം. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. ഇതിൽ തുടക്കത്തിൽ 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെ ഉദാഹരണം നോക്കാം. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു യൂണിയൻ ലിസ്റ്റിൽ 97 വിഷയങ്ങളായിരുന്നെങ്കിൽ സംസ്ഥാന ലിസ്റ്റിൽ എത്ര വിഷയങ്ങളാണ്? 66 വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത്. അടുത്തതാണ് കൺകറൻറ്റ് ലിസ്റ്റ്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ യൂണിയൻ ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു അധികാരം എന്ന് പറഞ്ഞു. സംസ്ഥാന ലിസ്റ്റിൽ സംസ്ഥാന സർക്കാരുകൾക്കാണ് അധികാരം എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഈ 2 സർക്കാരുകൾക്കും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ഒരുപോലെ തന്നെ അവകാശമുണ്ട്. അപ്പോൾ ഇത് തുടക്കത്തിൽ എത്ര വിഷയങ്ങളാണ് ഉണ്ടായിരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ 47 വിഷയങ്ങളാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിന് ഉദാഹരണം നോക്കാം. വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. അടുത്തതാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ. മേൽ പറഞ്ഞ 3 അധികാരങ്ങളും പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ 3 ലിസ്റ്റുകൾ പറഞ്ഞു. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. ഇതിൽ 3ലും ഉൾപ്പെടാത്ത വിഷയങ്ങൾ നമ്മൾ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണത്തിലുള്ള അധികാരവും കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ അവശേഷിക്കുന്ന അധികാരം അല്ലെങ്കിൽ 3 ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളുടെ അധികാരവും ആർക്കാണ്? കേന്ദ്ര സർക്കാരിനാണ് ഉള്ളത്. അതിനൊരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സൈബർ നിയമങ്ങൾ. അടുത്തതായിട്ട് നമ്മൾ അടിയിലായിട്ട് കുറച്ച് ബോക്സുകളുണ്ടല്ലേ. അതായത് അതിലെന്തൊക്കെയാണ് പറയുന്നത്? കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു, ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു, ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു, ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിച്ചു, ദേശീയ വനനയം പ്രഖ്യാപിച്ചു, പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. അപ്പോൾ ഇത്രയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇവ ഏതൊക്കെ പട്ടികയിലാണ് ഉൾപ്പെടുത്തുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. ആദ്യത്തെ ഏതാണ്? കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു. അപ്പോൾ തീവണ്ടി എന്ന് പറയുമ്പോൾ റെയിൽവേ ഏതിൽ ഉൾപ്പെടുന്നത്? അതെ, കേന്ദ്രത്തിലാണ് റെയിൽവേ ഉൾപ്പെടുന്നത്. അപ്പോൾ അത് ഏത് ലിസ്റ്റാണ്? യൂണിയൻ ലിസ്റ്റ്. അടുത്തതായിട്ട് ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു. അപ്പോൾ ഇവിടെ നയതന്ത്ര കരാറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നയതന്ത്ര കരാർ എന്ന് വരുമ്പോൾ അത് ആരുടേതായിരിക്കും? കേന്ദ്രത്തിനല്ല അവിടെ അധികാരം വരുന്നത്. അപ്പം നമ്മൾ അത് യൂണിയൻ ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുക. ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു. ജയിൽ നമ്മൾ എവിടെയാണ് പറഞ്ഞിരുന്നത്? സംസ്ഥാന ലിസ്റ്റിലല്ലേ ജയിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു എന്നത് സംസ്ഥാന ലിസ്റ്റിലാണ് ഉൾപ്പെടുക. ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിക്കുന്നു. ഇവിടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണല്ലോ പറയുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുക. വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നതെങ്കിലും ഉന്നത വിദ്യാഭ്യാസമാണ് വരുന്നതെങ്കിൽ അത് യൂണിയൻ ലിസ്റ്റിലായിരിക്കും ഉൾപ്പെടുക. അതൊന്ന് ശ്രദ്ധിക്കാം. അടുത്തതാണ് ദേശീയ വന നയം പ്രഖ്യാപിച്ചു. വനം ഏതിലാണ് വരുന്നത്? വനം വരുന്നത് കൺകറൻറ്റ് ലിസ്റ്റിലാണ്. അപ്പോൾ അത് കൺകറൻറ്റ് ലിസ്റ്റിലാണ് വരിക. പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു. പോലീസ് ഏതിലാണ് വരുന്നത്? സ്റ്റേറ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലാണ് അത് വരുന്നത്. അപ്പോൾ കേരളത്തിലേക്ക് പുതിയ തീവണ്ടി അനുവദിച്ചു എന്നുള്ളത് യൂണിയൻ ലിസ്റ്റിലും ഇന്ത്യ ശ്രീലങ്കയുമായി നയതന്ത്ര കരാറിൽ ഒപ്പുവെച്ചു എന്നത് യൂണിയൻ ലിസ്റ്റിലും ജയിൽ ചട്ടങ്ങൾ പരിഷ്കരിച്ചു എന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് അല്ലെങ്കിൽ സംസ്ഥാന ലിസ്റ്റിലും ബിരുദ കോഴ്സുകളുടെ ഘടന പരിഷ്കരിച്ചു എന്നത് കൺകറൻറ്റ് ലിസ്റ്റിലും ദേശീയ വന നയം പ്രഖ്യാപിച്ചു എന്നത് കൺകറൻറ്റ് ലിസ്റ്റിലും
പുതിയ പോലീസ് നയം പ്രഖ്യാപിച്ചു എന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലുമാണ് ഉൾപ്പെടുന്നത്. അടുത്ത് നോക്കാം, അധികാരം വേർതിരിക്കൽ. അവിടെ കൊടുത്തിരിക്കുന്നത് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു ഭാഗമാണല്ലേ. എന്താ പറയുന്നത്? ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിൻ്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ് എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിൻ്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല, അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടനകളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയിട്ടുള്ള പ്രസംഗം. ഇതിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കുന്നു. എന്താണ്? ഭരണകൂടത്തിൽ 3 ഘടകങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേറ്റീവ്. അപ്പോൾ ഇനി അടുത്തതായിട്ട് ഈ 3 ഘടകങ്ങളെക്കുറിച്ച് വിശദമായി പഠിക്കാം. ആദ്യത്തെ ഏതാണ്? നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പേര് പാർലമെൻറ്റ് എന്നാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെൻറ്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെൻറ്റിൻ്റെ പ്രാഥമിക ധർമ്മം. പാർലമെൻറ്റിന് ഒരുപാട് ധർമ്മങ്ങളുണ്ടെങ്കിലും അതിൻ്റെ പ്രഥമമായിട്ടുള്ള ധർമ്മമാണ് നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ലോകസഭ, രാജ്യസഭ എന്നീ 2 സഭകൾ ഉള്ള ഇന്ത്യയിലെ പാർലമെൻറ്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളാണ്. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു ചുമതല ഓൾറെഡി പറഞ്ഞു, എന്താണ്? നിയമനിർമ്മാണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയുടെ അപ്പോൾ അടുത്തതായിട്ട് പാർലമെൻറ്റിൻ്റെ പ്രധാന ചുമതലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചുമതല നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ്? നിയമനിർമ്മാണം. ഇനി ബാക്കിയുള്ള നോക്കാം. പൊതുഖജനാവിൻ്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. അതായത് ഗവൺമെൻറ്റിന് നമ്മൾ പൈസ ചിലവാക്കണമെങ്കിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമാണ്? പാർലമെൻറ്റിൻ്റെ അപ്രൂവൽ ആവശ്യമാണല്ലേ. അപ്പോൾ പൊതുഖജനാവിൻ്റെ സംരക്ഷകനായിട്ട് പ്രവർത്തിക്കുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികളാവുക. അതായത് ഇലക്ടറൽ കോളേജിൽ പ്രധാന അംഗങ്ങളാകുന്നത് പാർലമെൻറ്റിലെ മെമ്പേഴ്സ് ആയിരിക്കുമല്ലോ. അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്ന ഇലക്ടറൽ കോളേജിലെ പ്രധാന അംഗങ്ങൾ പാർലമെൻറ്റിലെ അംഗങ്ങളായിരിക്കും. അതിനാൽ അപ്പോൾ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിൽ ആര് പങ്കാളികളാവുന്നുണ്ട്? പാർലമെൻറ്റ് പങ്കാളിയാവുന്നുണ്ട്. എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക. ഇംപ്ലീച്ച്മെൻറ്റ് വഴി നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക. ഇപ്പോൾ ഇംപ്ലീച്ച്മെൻറ്റ് നടപടിക്രമങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യുന്ന നടപടിക്രമമാണല്ലോ ഇംപ്ലീച്ച്മെൻറ്റ് നടപടിക്രമം. അപ്പോൾ ഇതിൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുന്ന ആരായിരിക്കും? പാർലമെൻറ്റ്. ഭരണഘടന ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഭരണഘടനയിലെ ഭേദഗതി അംഗീകരിക്കുന്നതും പരിഗണിക്കുന്നതും ആരാണ്? പാർലമെൻറ്റ്. അടുത്തതായി പഠിക്കാൻ പോകുന്നത് ലോകസഭയെക്കുറിച്ചാണ്. പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ പ്രത്യക്ഷമായിട്ടാണ് ലോകസഭ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പാർലമെൻറ്റിൻ്റെ അധോസഭയാണ് ലോകസഭ. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് ലോകസഭയിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ട്. അപ്പോൾ ലോകസഭയിൽ മത്സരിക്കാനുള്ള പ്രായപരിധി എന്ന് പറയുന്നത് 25 വയസ്സാണ്. ലോകസഭയിൽ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 543 അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട് ലോകസഭയിൽ. ലോകസഭയിലെ ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാകുന്നത്. അപ്പോൾ ലോകസഭയിൽ എത്രത്തോളം സീറ്റുകൾ കിട്ടിയിട്ടുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാഷ്ട്രം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതാണ്.
ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരമുണ്ട്. അപ്പോൾ ധനപരമായിട്ടുള്ള എന്തെങ്കിലും വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ രാജ്യസഭയേക്കാൾ കൂടുതൽ പ്രാധാന്യം ആർക്കാണുള്ളത്? ലോക്സഭയ്ക്കാണ് ഉണ്ടായിരിക്കുക. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പോൾ ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ആദ്യം ലോക്സഭയിലാണ്. അടുത്തതാണ് രാജ്യസഭ. പാർലമെൻറ്റിൻ്റെ അധോസഭയായിരുന്നു ലോക്സഭ. അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ ഉപരിസഭയാണ് രാജ്യസഭ. ജനാധിപത്യ ജനസംഖ്യാനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരാണ് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരന്മാർക്ക് രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ അധികാരമുണ്ട്. 25 വയസ്സായിരുന്നു ലോക്സഭയിലേക്ക് മത്സരിക്കാനുള്ള പ്രായപരിധി. എന്നാൽ രാജ്യസഭയിൽ 30 വയസ്സാണ്. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുന്തോറും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ടാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയാൻ കാരണം. രാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. സ്പീക്കറായിരുന്നു ലോക്സഭയുടെ അധ്യക്ഷൻ. ഇവിടെ രാജ്യസഭയിലേക്ക് വരുമ്പോൾ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയിലെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം എന്ന് പറയുന്നത് 250 ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നതിന് പാർലമെൻറ്റിനെ ചുമതലപ്പെടുത്തുന്നതിനുള്ള അധികാരവും രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്.